ഇങ്ങനൊരു സ്റ്റേറ്റ് ചാമ്പ്യൻ ആവാൻ പറ്റിയതും ഞാൻ എന്റെ ഒരു സക്സസിന്റെ പിന്നില് ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. അതാരും കാണുന്നില്ല. ഞാനത് ചോദിക്കുന്നത്, അതിപ്പോ ഈ മണവാളിന് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് തന്നാണ്ട് വീഡിയോ കാര്യം ഇട്ടുണ്ട്. അത് സ്റ്റേറ്റ് അല്ലല്ലോ. അപ്പൊ ഇത് ആ കോച്ചും കാര്യങ്ങളും വീഡിയോ ഇങ്ങനെ ഇതൊരു പഞ്ചായത്ത് മാച്ചാണ്, അത് മനസ്സിലായി. പക്ഷെ അതല്ല, അപ്പൊ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോ ബ്രോക്ക് മനസ്സിലായിട്ടില്ല ഇവ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് കണ്ടന്റിന് വേണ്ടി ചെയ്യാൻ. അങ്ങനെ മണവാളൻ ഉടായ്പ കാണിച്ച് വീണ്ടും എയറിലായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവന് ഇതന്നെയാണോ പണിയെന്ന് വീണ്ടും വീണ്ടും ചോദിക്കേണ്ട അവസ്ഥയാണ്. ഇത് എത്രാമത്തെ തവണയാണ് ഇവൻ എയറി കയറുന്നത്? പക്ഷെ ഇത് എല്ലായ്പ്പോഴും പോലത്തെ കേട്ടോ. ഇത്തവണത്തെ ആശാന്റെ എയറി കയറൽ ഇച്ചിരി കോമഡിയാണ്. സംഭവം എന്താണ് ഏതാണെന്നൊക്കെ പലരും അറിഞ്ഞു കാണും. എന്നാലും ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. സംഭവം മറ്റൊന്നുമല്ല, 2 ആഴ്ച മുന്നേ ഈഗിൾ ഗെയിമിംഗ് എന്ന് പറഞ്ഞൊരു യൂട്യൂബർക്കെതിരെ കുറച്ച് കൂട്ടുകാരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ മണവാളൻ എന്ന് പറയുന്നവൻ ലൈവിൽ വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇവൻ മരിച്ചുപോയ എന്നൊക്കെയുള്ള രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് ഈഗിൾ ഗെയിം നല്ല അണ്ണാക്കിലിട്ട് മറുപടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സംഭവങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അന്ന് മണവാളന്റെ കൂടെ ഈഗിൾ ഗെയിമിങ്ങിനെ കുറ്റം പറയാനുണ്ടായിരുന്ന കൂട്ടുകാരും പിന്നീട് മണവാളന്റെ പിന്നിൽ നിന്നും കുത്തുന്ന കാഴ്ചയാണ് നമ്മളെ കണ്ടത്. അത് മണവാളിന് കിട്ടിയ ഒരു വമ്പൻ അടിയായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്തായാലും അങ്ങനെ അടിയൊക്കെ കിട്ടി എയർലൈൻ നിൽക്കുന്ന സമയത്താണ് മണവാളിന് ഒരു ചിന്ത വരുന്നത്. എങ്ങനെയാലും മാസ് കാണിച്ച് ഈ പറഞ്ഞ ചീത്തപ്പേരൊക്കെ ഒന്ന് പോക്കണം. മണവാളിനെ സംബന്ധിച്ചിടത്തോളം ആളൊരു സ്വയം പ്രഖ്യാപിത MMA ബോക്സറും കൂടിയാണ്. അങ്ങനെ ആശാൻ എന്താക്കി, ബോക്സിങ്ങിലൂടെ ജനങ്ങൾക്കിടയിൽ മാസ് കാണിക്കാമെന്നങ്ങ് വിചാരിച്ചു. അതിന്റെ ഭാഗമായി ബോക്സിങ്ങിൽ ഒരുത്തനെ മലർത്തി അടിക്കുന്ന ഒരു വീഡിയോയും കൂടി ഓൺലൈൻ മീഡിയക്കാരും കൊണ്ട് പോസ്റ്റ് ചെയ്യിപ്പിച്ച്. നമുക്ക് എന്തായാലും മണവാളൻ ബോക്സിങ്ങിൽ ഒരുത്തനെ മലർത്തി അടിക്കുന്ന വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഇതെന്തോന്നട ഇത്, കൂട്ടത്തല്ലോ. അപ്പുറത്ത് നിൽക്കണോന്റെ ബോഡി ലാംഗ്വേജ് നോക്കി നിങ്ങള്. എന്നെ അടിച്ചോ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിന്നൊടുക്കാണ് അല്ലേ. അപ്പുറത്തുള്ളവനൊന്നും മര്യാദയ്ക്ക് ഡിഫെൻഡ് ചെയ്യാൻ പോലും അറിയത്തില്ല. എന്തായാലും ആളെ മണവാളനെ മലർത്തി അടിച്ചു കേട്ടോ. അതിനുശേഷം മണവാളൻ എന്തോ സ്വർണ്ണ മെഡലൊക്കെ കിട്ടിയെന്ന് പറയുന്നുണ്ട്. പഠിച്ചോർക്ക് അറിയാം. എന്തായാലും ഇതിനെല്ലാം ശേഷം ഇനി നമ്മൾ കാണാൻ പോകുന്നത് മണവാളന്റെ ഷോ ഓഫ് ആണ്. കുടുംബക്കാരെയും കൂട്ടുകാരെയും കൂട്ടി വന്ന് ആച്ചനൊരു വമ്പ ഷോ ഓഫ് നടത്തുന്നുണ്ട് മക്കളെ. നമുക്കെല്ലാം ഒന്ന് കണ്ടുനോക്കാം. തൂക്കി മക്കളെ തൂക്കി. ഗോൾഡ് മെഡൽ സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിട്ട് നിൽക്കുക. സ്റ്റേറ്റ് ചാമ്പ്യനോ? അതൊക്കെ ഇപ്പോ അല്ല, സ്റ്റേറ്റിലൊക്കെ ഇപ്പൊ ഇങ്ങനത്തെ ആൾക്കാരാണോ മത്സരിക്കുന്നത്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കും കൂടെ ഒന്ന് MMA ബോക്സിംഗ് ട്രൈ ചെയ്താലോ? അല്ല, അതാകുമ്പോ ഇതേമാതിരി ബോക്സിംഗിൽ ABCD അറിയാത്ത ഒരുത്തിന് ഓപ്പോണന്റ് ആയി കിട്ടി കഴിഞ്ഞാണെങ്കിൽ അവനെ സുഖമായിട്ട് മലർത്തി അടിച്ചിട്ട് നമുക്കും ചാമ്പ്യൻ ആവാലോ. ചുളിവിലൊരു ഗോൾഡ് മെഡലും കൈ കിട്ടും, സ്റ്റേറ്റ് ചാമ്പ്യനും ആയി. ഹൈസ്, എന്താ ഇതിനൊക്കെ പറയാല്ലേ. ബോക്സിനെ കുറിച്ച് ഒരു തേങ്ങയും അറിയാത്ത ഒരുത്തനെ മലർത്തി അടിച്ചിട്ട് സ്റ്റേറ്റ് ചാമ്പ്യൻ പോലും. ഇതൊന്നും ബാക്കി പറഞ്ഞാട്ടെ. ഇത് കാറിൽ നിന്ന് കൊണച്ചാലോ അതോ വീട്ടിലിരുന്ന് ഗെയിം കളിച്ചുണ്ടാക്കണ സാധനമല്ല. റിങ്ങി അറിഞ്ഞ് കളിച്ചുണ്ടാക്കിയ സാധനം. ഓ, നീ കളിച്ചുണ്ടാക്കിയതൊക്കെ നമ്മൾ കണ്ട്. എന്തായാലും ഈഗിൾ ഗെയിമിങ്ങിന് സീക്രട്ട് ഏജന്റിനും ഇട്ടാണ് വെച്ചത് അല്ലെ. ഇത് കാറിൽ നിന്ന് കൊണച്ചാലും ഗെയിം കളിച്ചാലും കിട്ടാത്ത സാധനമാണെന്നുള്ള രീതിയിൽ ഇവന്മാരുടെ ഒക്കെ ഡയലോഗ് കേട്ടാൽ തോന്നും ഏതോ വേൾഡ് ചാമ്പ്യനെ മലർത്തി അടിച്ചിട്ടാണ് വന്ന് നിൽക്കണമെന്നുള്ളത്. പഞ്ചായത്ത് ലെവലിൽ പോലും കളിക്കാൻ അറിയാത്ത ഒരുത്തനെ അടിച്ചു വിട്ടിട്ടാണ് ഇവൻ ഒരു കൊണടി. എന്നിട്ട് സ്റ്റേറ്റ് ചാമ്പ്യൻ പോലും. ഏതോ ക്ലബ്ബ് സംഘടിപ്പിച്ച ഒരു മാച്ചാണ്, അതും ഫ്രീ മാച്ചാണ്. അതിലാണ് ഒന്നും അറിയാത്ത ഒരുത്തനെ മലർത്തി അടിച്ചിട്ട് സ്റ്റേറ്റ് ചാമ്പ്യൻ എന്ന് ഡയലോഗ് അടിക്കുന്നത്. എന്തായാലും മുട്ട കോമഡി അയക്കണം കേട്ടോ. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും ഇത് കിട്ടണമെങ്കിൽ റിങ്ങിൽ ഇറങ്ങണം, കുറച്ച് കനം വേണം. അപ്പൊ എന്ത് ചെയ്ത് വെക്കട ഇതിന്റെ മേലെ ഒന്ന് പറയാനുള്ളൂ. അതന്നെയാണ് നിന്നോട് ഞങ്ങൾക്ക് പറയാനുള്ള മണവാള. മര്യാദയ്ക്ക് ബോക്സിംഗ് അറിയാവുന്ന ഒരുത്തരും നീ അടിച്ചു തോൽപ്പിക്കി, എന്നിട്ട് അതിന്റെ മുകളിൽ ഒന്ന് വെച്ച് കാണിക്കി. എന്നാൽ ഞങ്ങൾ നിന്നെ അംഗീകരിക്കാം. അല്ലാണ്ട് നീ വന്ന് എന്ത് ഡയലോഗ് അടിച്ചിട്ടും കാര്യമില്ല. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും പറയാനുള്ളൂ. പലരും സ്വർണ്ണതാ നമ്മുടെ നാടിന് വേണ്ടിട്ട് സ്വർണ്ണ മെഡൽ വാങ്ങിയിട്ട് നിൽക്കണേ. ഇതിന്റെ 10-1 മേലെ വെച്ചിട്ട് ഇങ്ങനെ ഡയലോഗ് അടിച്ച് കോണടിക്കണ പറയുള്ളൂ. ശരി, അതിനെ 10-1 വാങ്ങിയിട്ട് കോണടിക്കണോ വാങ്ങാണ്ട് കോണടിക്കണോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. ബോക്സിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരുത്തന്നെ ഇടിച്ച് തോൽപ്പിച്ച് കഴിഞ്ഞിട്ട് ഓന് കോണടിക്കാൻ വന്നേക്കാണ്. എന്തായാലും മണവാളന്റെ വീടിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ മുട്ടം കോമഡിയാണ് കേട്ടോ. ഒരുപാട് പ്രൊഫഷണൽ ബോക്സേഴ്സ് മണവാളിനെ വന്ന് ഇങ്ങനെ വെല്ലുവിളിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട്. എന്തിന് കഴിഞ്ഞ തവണത്തെ MMA ബോക്സിംഗ് ചാമ്പ്യൻ ആയിട്ടില്ല ചെങ്കിസ് ഖാൻ വരെ ഇതിന് താഴെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെങ്കിസ് ഖാന്റെ വെല്ലുവിളി നമുക്കൊന്ന് വായിച്ചു നോക്കാം. MMA ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് കബീബിന്റെ മത്സരങ്ങൾ കണ്ടിട്ടാണ്. എത്ര വലിയവന്റെ മുന്നിലും തല കുമ്പിടാതെ ചെറിയ ആളുകളോട് വിനയത്തോടെയും പെരുമാറുന്ന മനുഷ്യനോടുള്ള ഇഷ്ടം കൊണ്ടാണ് MMA തിരഞ്ഞെടുത്തത്. MMA എന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് എന്റെ ആശാന്മാരായ എന്റെ ബഹുമാന്യനായ പിതാവാണ്. മാർഷൽ ആർട്സിലേക്ക് ഞാൻ കടന്നു വരാൻ കാരണം മണവാളന്റെ വിജയ സമയത്ത് കൂടെ ഉണ്ടായ ആളുകളുടെ സംസാരം കേട്ടപ്പോൾ കബീബിന്റെ എതിരാളിയായ മത്സര സമയത്ത് എതിരാളിയോട് സംസാരിച്ച രീതിയെ പോലാണ് എനിക്ക് തോന്നിയത്. അത് കേട്ടപ്പോൾ തോന്നിയൊരു മോഹമാണ് ഒരൊറ്റ ചോദ്യം, എടാ മണവാള, ഞാനായി ഏറ്റുമുട്ടാൻ നീ ഉണ്ടോ? ഇതൊരു വെല്ലുവിളിയായി തന്നെ എടുത്തോ. സ്നേഹത്തോടെ നിന്നെ ഞാൻ ക്ഷണിക്കുന്നു. എനിക്ക് ഇതിലെ റിങ്ങിൽ ഇറങ്ങിയാൽ നിനക്കതൊരു നല്ല ഓർമ്മയായി മാറും. ഒന്നല്ലെങ്കിൽ അതോടുകൂടി നിന്റെ പടവീട് നന്നാകും, അല്ലെങ്കിൽ
പെട്ടി കയറും. നമുക്ക് നോക്കാം തന്നെ. പിന്നെ ഒരു പ്രത്യേക നന്ദിയുമുണ്ട് എന്റെ ആശാന്മാരോട്. ഇമാതിരി വെല്ലുവിളിയൊക്കെ ഏറ്റെടുക്കും മണവാളാണ്. എന്നാൽ നിനക്ക് മുകളിൽ ആരുമില്ല എന്ന് ഞങ്ങൾ അംഗീകരിക്കാം. എന്താ പറ്റുമോ മണവാളനി? കിള്ള പറിക്കും ഉള്ളത് പറയാമല്ലോ. ഇതോടൊന്നും തീർന്നില്ല കേട്ടോ. പലരും മണവാളിനെതിരെ വീഡിയോ ആയിട്ട് രംഗത്ത് വന്നു. നമുക്ക് എന്തായാലും അതിലൊന്ന് രണ്ട് വീഡിയോകൾ കണ്ടുനോക്കാം. മണവാള ഫേക്ക് ആണ്, അവന്റെ ഫൈറ്റും ഫേക്ക് ആണ്. ഇന്ന് ഞാൻ മണവാളിനെ ഓപ്പൺ ആയിട്ട് ചലഞ്ച് ചെയ്യാണ്. മണവാളൻ എന്നെ റിംഗിൽ അടിച്ചിട്ടാണെങ്കിൽ 1 ലക്ഷം രൂപ അവന് സ്പോട്ടിൽ റിംഗിൽ വെച്ച് ഞാൻ കൊടുക്കും. ഇത് വേറെ വ്യക്തിപരമായിട്ടോ ഒരു ക്ലബിനോ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽസിനോ ഒരു ടീമിനോ അല്ല പറയുന്നത്. നമ്മളെ ഇടയിൽ ഒരുപാട് നല്ല നല്ല പ്ലേയേഴ്സ് ഉണ്ട്, നല്ല ക്വാളിറ്റി പ്ലേയേഴ്സ് ഉണ്ട്. അവർക്ക് ആർക്കും കിട്ടാത്ത രീതിയിലുള്ള പ്രൊമോഷൻസും കാര്യങ്ങളാണ് ഒരു കോമാളിത്തരം കാണിച്ചിട്ട് ഒരാൾക്ക് കിട്ടുന്നത്. നമ്മുടെ ഇടയിൽ ജീവിതം വരെ മാർഷൽ ആർട്സിന് മാറ്റി വെച്ച ഒരുപാട് നല്ല നല്ല കോച്ചസ് ഉണ്ട്. അവരുടെ ലൈഫേ മാർഷൽ ആർട്സ് ആണ്. അതിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് മണവാളിന്റെ ഓരോ മൂവ്മെന്റ് ആ റിംഗിൽ കണ്ടത്. നിങ്ങൾ എല്ലാവരും വീഡിയോസ് കണ്ടതാണ്. എന്താണ് അതിൽ പ്രോപ്പറായിട്ട് ഒരു പഞ്ചോ കിക്കോ ഒരു ടേക്ക് ഡൗണോ ഒരു ലോക്കിംഗ് എന്താണ് അതിൽ പ്രോപ്പറായിട്ട് ഒറ്റ ഒരു കാര്യം അയാൾ പ്രോപ്പറായിട്ട് ചെയ്തു? എങ്ങനെയാണ് അയാൾ ഒരു സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻ ആവുന്നത്? മണവാളൻ നിങ്ങൾ ചലഞ്ച് ചെയ്യുന്ന എല്ലാ എക്സ്പെൻസ് ഫൈറ്റ് എക്സ്പെൻസ് ഒക്കെ എടുക്കും. അല്ല ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. മണവാളം പറയുന്ന സമയം, പറയുന്ന ഡേറ്റ്, പറയുന്ന സ്ഥലം അവിടെ വന്ന് ഞാൻ ഫൈറ്റ് ചെയ്യും. അതിന്റെ എക്സ്പെൻസ് എല്ലാം എല്ലാം ഞങ്ങൾ എടുത്തോളൂ. 1 ലക്ഷം രൂപ നിങ്ങളെ തോൽപ്പിക്കാൻ 1 ലക്ഷം രൂപ 1 ലക്ഷം രൂപ ഞാൻ ആ റിംഗിൽ വീണ് കഴിഞ്ഞാൽ മണവാളിന് 1 ലക്ഷം രൂപ സ്പോട്ടിൽ ഞാൻ കൊടുക്കും. ഇത് ഞാൻ എനിക്ക് പേഴ്സണലി വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടല്ല. ഒരുപാട് നല്ല നല്ല ഫൈറ്റേഴ്സ്, ഒരുപാട് നല്ല നല്ല കോച്ചസ്, ഒരുപാട് കാലങ്ങളിൽ കഷ്ടപ്പെടുന്ന ഒരു ഫീൽഡാണ് മാർഷൽ ആർട്സ് എന്ന് പറഞ്ഞത്. നമ്മുടെ ശരീരത്തിന് അടി വാങ്ങുന്ന പരിപാടിയാണ്, വേറെ ഒരു സ്പോർട്ട് പോലല്ല. ആ സ്പോർട്ടിനെ ഒന്നും അല്ലാത്ത രീതിയിലാണ് അയാൾ എന്ത് ചെയ്തത്. ഒരു കോമാളിത്തരാണ് ഈ ഒരു കേസിൽ ഞാൻ കണ്ടത്. അപ്പൊ അത് എനിക്ക് പ്രതികരിക്കണം തോന്നി, ഞാൻ പ്രതികരിച്ചു. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് അശ്വിൻ എന്നാണ്. ഞാനിവിടെ കാലിക്കറ്റാണ്. എന്റെ ക്ലബ്. മണവാളിലെ റിംഗിൽ തന്നെ കാണാം. ഓക്കെ, അതത്രേ ഉള്ളൂ. ഈ MMA ബോക്സിംഗ് എന്ന് പറഞ്ഞ സ്പോർട്സിനെ അപമാനിക്കുന്ന പരിപാടി തന്നെയാണ് ഇവിടെ മണവാളം കാണിച്ചു വെച്ചേക്കുന്നത്. ബോക്സിംഗ് ആയാലും ഏത് സ്പോർട്സ് ആണെങ്കിലും ആളുകളുടെ മുന്നിൽ ഷോ ഓഫ് കാണിക്കാനുള്ളതല്ല ഒരു സ്പോർട്സും. അതെന്ന് അത്തരത്തിലായി മാറുന്നോ അന്ന് ആ സ്പോർട്സിനെ വരെ പോകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മണവാളിന്റെ ഇത്തരം പരിപാടികൾ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. എന്തായാലും നല്ല മുട്ടൻ വെല്ലുവിളിയാണ് മണവാളിന് കിട്ടിയത് അല്ലേ? കമന്റ് ബോക്സിൽ ചെങ്കീസ് ഖാൻ വന്ന് വെല്ലുവിളിച്ച്, ഇപ്പൊ അതാ വേറെ ഒരുത്തം വന്ന് വെല്ലുവിളിച്ച് കഴിഞ്ഞില്ല കേട്ടോ. ഇനി അടുത്തൊരുത്തരം കൂടി ഉണ്ട്, അവന്റെ വെല്ലുവിളിയും കൂടി ഒന്ന് കണ്ടോക്കാം. എനിക്ക് മണവാളനോട് ഒരു കാര്യം പറയാനും. ഞാൻ ഇന്നലെ മണവാളന്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ കുറെ പേര് പേഴ്സണലായിട്ടും അതുപോലെ കമന്റ് ബോക്സിലൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ബ്രോ ഇത് ഫേക്ക് ആണോ, അത് റിയൽ ആയിട്ടുള്ള സംഭവമാണോ? സംഭവം എന്ന് വെച്ചാൽ 100% ഫേക്ക് ആണ്. ഇതൊരു പഞ്ചായത്ത് മാച്ചാണ്. അങ്ങനൊരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന് അവൻ ഇറങ്ങിയിട്ടില്ല. അത് പറയാൻ കാരണം എങ്ങനെയാന്ന് വെച്ചാൽ ഇവന്റെ ഓപ്പണന്റ് ഉണ്ട്, അവന് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. മെസ്സേജ് അയച്ചിട്ട് എന്നോട് ഇങ്ങനെ കാര്യം പറഞ്ഞു. ആകെ 2 പേര് മാത്രമേ അതിൽ പങ്കെടുത്തിട്ടുള്ളൂ. പിന്നെ ഇവൻ പോലും ആരാണ്ടാണ് ഇവന്റെ വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ട് ഇവന് യൂട്യൂബിൽ അതിലെന്തെങ്കിലും അപ്ലോഡ് ചെയ്തു. അതെ, അതത്രേ ഉള്ളൂ. ഇതൊരു പഞ്ചായത്ത് ലെവലെ മാച്ച്. ആ രീതിയിൽ ഇതിനൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. എന്തായാലും മണവാളനോട് തോറ്റവന്റെ വോയിസ് റെക്കോർഡും വീഡിയോ കോളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതൊന്ന് കണ്ടോക്കാം. 3 മാസമേ ഉള്ളൂ MMA സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം ഇത് എന്റെ കോച്ച് വന്ന് സ്റ്റേജ് ഷെയറൊക്കെ മാറില്ലേ, ഒന്ന് ജസ്റ്റ് കണ്ടു നോക്ക്. ഇത് ജസ്റ്റ് ഒരു മാച്ച്. അങ്ങനെ പറഞ്ഞിട്ടാണ് നീ റിംഗിൽ ഇറങ്ങിയത് അല്ല? ഓക്കെ, അതിപ്പോ ഈ മണവാളിന് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് എന്നാണ്ട് വീഡിയോ കാര്യം ഇട്ടുണ്ട്. അത് സ്റ്റേറ്റ് അല്ലല്ലോ. അപ്പൊ ഇത് ആ കോച്ച് കാര്യങ്ങൾ വീഡിയോ ഇതൊരു പഞ്ചായത്ത് മാച്ചാണ്, അത് മനസ്സിലായി. പക്ഷെ അതല്ല, അപ്പൊ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോ ബ്രോക്ക് മനസ്സിലായിട്ടില്ല ഇവ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് കണ്ടന്റിന് വേണ്ടി ചെയ്യാന്നുള്ളത്? ഞാൻ ഇങ്ങനത്തെ ഇതൊന്നും ഞാൻ കണ്ടിട്ട് പോലുമില്ല. സപ്പോർട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ, ഇങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ ചെയ്യുമ്പോ? മോശം ആർക്കും അറിയത്തൊന്നും ഇല്ലായിരുന്നു ഈ സംഭവം. എല്ലാം കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. ഇത്രയും വീഡിയോ ഇട്ട് ലൈവ് ഇടുവന്നു നല്ല ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ പറ. അപ്പൊ 3 മാസം എക്സ്പീരിയൻസ് ഉള്ള ഒരുത്തനെ മലർത്തി അടിച്ചിട്ടാണ് സ്റ്റേറ്റ് ചാമ്പ്യൻ എന്ന് പറഞ്ഞ് ഡയലോഗ് അടിക്കാൻ വന്നേക്കുന്നത്. എന്തായാലും മണവാളൻ ഈ പദ്ധതി മൊത്തത്തിൽ മൂഞ്ചി തെറ്റിന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ബാക്കിയൂടെ കണ്ടോക്കാം. വീണ്ടും പറയുന്നു, എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടന്റോ കാര്യങ്ങളോ എന്തെങ്കിലും എടുത്തിട്ട് നീ ചെയ്യും. അല്ലാണ്ട് മറ്റുള്ളവരെ ദ്രോഹിച്ചാണ്ട് നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. ഇത് ശരിയല്ല. പിന്നെ മറ്റുള്ളവരെ മുന്നിൽ ഷോ ഓഫ് ഇറക്കാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ ചെയ്യണൊക്കെ ഇത് വെറും തന്തയില്ലാത്തതെന്നാ പറയാം. പക്ഷെ ഞാൻ നിന്നെ ചലഞ്ച് ചെയ്ത് മറക്കണ്ട, നിനക്ക് പറ്റുന്നുണ്ട് നീ വാ. അതൊന്നും മണവാളം കൊണ്ട് പറ്റൂല. നിങ്ങളെപ്പോലെ സ്റ്റേറ്റ് ചാമ്പ്യന്മാരൊന്നും അടിച്ചിടാൻ മണവാളനായിട്ടില്ല മക്കളെ. വല്ല ഇന്നലെയും മെഞ്ഞാന്ന് ബോക്സിങ്ങിന് ചേർന്ന് ഒരുത്തന്നെ കൊണ്ടുപോവാ, മണവാളൻ മലർത്തി അടിച്ചത് തന്നെ കാണിച്ചു തരാം. എല്ലാം നിങ്ങളെപ്പോലുള്ള സ്റ്റേറ്റ് ചാമ്പ്യന്മാർ. അതൊന്നും മണവാളിന് പറ്റൂല. എന്തായാലും ഒരുപാട് ആളുകൾ ഇങ്ങനെ വെല്ലുവിളിച്ചതോടെ മണവാളിന് ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ആയിട്ട് വന്നു കേട്ടോ. നമുക്ക് ആ സ്റ്റോറി ഒന്ന് വായിച്ചു നോക്കാം. ഐ സീ സോ മെനി പീപ്പിൾ ചാലഞ്ചിങ് മീ. ഐ എം ടേക്കിംഗ് ഇറ്റ് ഇൻ ദ സ്പിരിറ്റ് ഓഫ് സ്പോർട്സ്മാൻഷിപ്പ് ആൻഡ് ഐ വിൽ ഗീവ് ആൻ അപ്ഡേറ്റ് ബൈ ടുനൈറ്റ്. മനസ്സിലായല്ലോ, ഒരുപാട് ആളുകൾ എന്നെ ചാലഞ്ച് ചെയ്യുന്നുണ്ട്. ഞാൻ അതൊക്കെ ഒരു സ്പോർട്സ്മാൻഷിപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ അതിനെല്ലാം ഉള്ള മറുപടി ഇന്ന് രാത്രി തരാമെന്നൊക്കെയുള്ള രീതിയിലാണ് ആശാൻ പറഞ്ഞു വെച്ചേക്കുന്നത്. ഈ സ്റ്റോറി ഇട്ട് പോയതാണ് ആശാൻ. ഇപ്പൊ രാത്രിയും കഴിഞ്ഞ് നേരം വെളുത്ത്. ഇതിനൊരു അപ്ഡേറ്റ് പോലും ആളിപ്പോ എവിടാന്ന് പോലും ആർക്കും അറിയില്ല. എന്തായാലും ആളെ കണ്ടു കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ ഉടനെ വിവരം അറിയിക്കണമെന്ന് മുന്നറിയിപ്പോടെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.